ശ്രീ യുവരാജ് ഗോകുൽ, തീർത്തും അസാധാരണമായ ഒരു നടപടി. ചില കേസുകളിലേക്ക് വളരെ കൃത്യമായി ED വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വാർത്താക്കുറിപ്പിന് ഒരുപക്ഷെ ആധാരമായ ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നതാണ്. നേരത്തെ വീണ വിജയന്റെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ, പിണറായിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ കണ്ട രാഷ്ട്രീയ കോലാഹലം, അതിക്രമം നമ്മൾ കണ്ടതാണ്. ED ഉദ്യോഗസ്ഥരെ ജീവനോടെ വെച്ചേക്കില്ല എന്ന രീതിയിൽ പെരുമാറുന്ന അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടു. ചീമുട്ടയെറിയുന്നവരെ കണ്ടു. ഈ ഇഷ്ടികയൊക്കെ പെറുക്കി ഈ വാഹനത്തിന് മുകളിലേക്കിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. വളരെ സെൻസിറ്റീവായ ഒരു വിഷയം തന്നെയാണ് ഇത്. ഒരുപക്ഷേ ആ കാര്യങ്ങൾ കൊണ്ടുകൂടിയാകാം അസാധാരണമായൊരു വാർത്താക്കുറിപ്പിലൂടെ ED ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനിടയായ സാഹചര്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഹാഷിം അരിയിലിന്റെ ഈ രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാം. നോക്കൂ, ഒന്ന് അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ EDയുടെ പ്രസ് റിലീസ് എടുത്തു വെച്ചിട്ട് നിലവിൽ ഈ നാണം മറയ്ക്കാൻ സോറി, ഞാൻ ഇടപെടുന്നില്ല. അതിനെപ്പറ്റി മൈൻഡ് നോർമൽ ഇതാക്കേണ്ട വളരെ നിസ്സാരമായ ചില്ലി കേസായതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാത്തത്. ശരി, ഓക്കെ, ഓക്കെ. ഒരു കാര്യം ചെയ്യണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് .gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലൊരു ടാബുണ്ട്. ആ മീഡിയക്കകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്കുള്ള ഏതാണ്ട് 368 പ്രസ് റിലീസുകൾ കിട്ടും. ഇപ്പോൾ നിലവിൽ വീണയുമായിട്ട് വന്നിരിക്കുന്ന പ്രസ് റിലീസ് പോലും 3ാമതാണ് കിടക്കുന്നത്. അതായത് അതിനുശേഷം 2 പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ED ലക്നൗ സോൺ ഓഫീസ് ഒരു സെർച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. PMLA വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ പ്രസ് റിലീസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. രണ്ടാമത് ED ഹെഡ് ക്വാർട്ടേഴ്സ് നടത്തിയിരിക്കുന്ന റെയ്ഡിനെ കുറിച്ചിട്ടാണ്, ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. മൂന്നാമതാണ് ED കൊച്ചി സോണൽ ഓഫീസിനെ കുറിച്ചിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ 5ാമത്തത് ED അഹമ്മദാബാദ് സോണൽ ഓഫീസ്, 6ാമത്തത് ED അഹമ്മദാബാദ് സോണൽ ഓഫീസ്. ഇങ്ങനെ ഓരോന്നും 7ാമത് കിടക്കുന്ന ED മാംഗ്ലൂർ സബ് സോണൽ ഓഫീസ്. അപ്പോൾ ഓരോ സ്ഥലത്തതും കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ED ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ വിജയൻ അത്രയും മഹതിയായതുകൊണ്ട് ഒരു പ്രസ് റിലീസ് ഇറക്കിയതൊന്നുമല്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിലുള്ള 368 പ്രസ് റിലീസ് ED വിവിധ റെയ്ഡുകളുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തത് EDയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് അതെടുത്ത് മാറ്റി പിടിച്ചേക്കും. അതുകൊണ്ട് നാണം മറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അങ്ങേ അറിയിക്കുകയാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ED ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നുണയാണ്, ഇത് നുണയാണ്, അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം അങ്ങ് പറയുന്നുണ്ട്. ഈ അങ്ങ് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വിത്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സഖാക്കൾ കള്ളത്തരം കാണിക്കുമ്പോൾ ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പണ്ട് തൊട്ടേ ദീർഘദർശികളായിട്ടുള്ള സഖാക്കൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ED പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വൈഫൈ റൗട്ടർ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം, മറ്റൊരാളുടെ സിമ്മുമായി ബന്ധപ്പെട്ടിട്ട് സിം എടുത്തിട്ട് വീണ ഇത് ഉപയോഗിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. ഈ കാര്യം ഡിജിറ്റൽ എവിഡൻസ് ആണെന്നേ. ഇതിനകത്ത് ആർക്കാന്നേ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഇനി അല്ല, താനത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ട് വന്ന് പറയാനുള്ള സമയം കഴിഞ്ഞില്ല. 24 മണിക്കൂറായില്ലേ? നോക്കൂ, ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷത്തിൻ്റെതായ പ്രതിനിധികളും ഇതെങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാതെ കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളിലും ഇരുന്ന് വിയർക്കുകയാണ്. ആ സമയത്ത് താൻ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിനകത്ത് ഇങ്ങനൊരു സംഗതി ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള സമയം കഴിഞ്ഞില്ലേ? നോക്കൂ, ഇവിടെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ പാർട്ടി സംവിധാനവും തലകുനിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങി വന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനില്ലേ? താൻ്റെ കയ്യിൽ അദ്ദേഹം വലിയ രീതിയിൽ പഴഞ്ചൊല്ലുകൾ പറയുന്ന ആളാണല്ലോ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, എൻ്റെ മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പഴഞ്ചൊല്ലുകൾ പറയുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ പഴഞ്ചൊല്ലുകളൊന്നും ഓർമ്മയില്ലേ? ഞങ്ങൾ വേണമെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കുക, അതിനകത്ത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള പഴഞ്ചൊല്ല് എടുത്തിട്ട് ഇപ്പോൾ പറയട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ന്യായീകരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിക്കുകയാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചു എന്ന് ആര് പറഞ്ഞു? നോക്കൂ, ED വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഓൾ ദ പേഴ്സൺസ് ഹൂ വെയർ നെയ്മഡ് ഇൻ ദ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് ഓഫ് ശ്രീമതി വീണ. ഈ ശ്രീമതി വീണയുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിലുള്ള മുഴുവൻ ആൾക്കാരെയും അവർ കവർ ചെയ്ത് കഴിഞ്ഞു. and the person who had provided the SIM card were covered during the search. ഇവരെ മുഴുവൻ കവർ ചെയ്തതിന് ശേഷമല്ലേ ഇപ്പോൾ വന്നിട്ട് ഈ വിവരങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നത്.
ഇതിനകത്ത് താങ്കൾക്ക് ഇതിനകത്ത് ഏത് ഭാഗത്താണ് വിയോജിപ്പുള്ളത്? അങ്ങനെ ഒരു വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കൊണ്ട് പറയിക്കാൻ പാടില്ലേ? എന്താ, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ED ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് 24 മണിക്കൂർ കഴിഞ്ഞില്ലേ? ആരെങ്കിലും വരുന്നുണ്ടോ? പാർട്ടി സെക്രട്ടറി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ഇനി ഇത്രയധികം ഡിജിറ്റൽ ഡിവൈസസ് അത് മുഴുവൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എവിഡൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിങ് ഹവാല ചാനൽസ് ഓൾസോ ഫൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹവാല ചാനൽ വഴി കാശ് അയച്ചിരിക്കുന്നതിൻ്റെ എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്ന് ED ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുവാനുള്ളൊരു പക്വത ഈ പറയുന്ന ആളുടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇനി അടുത്തൊരു ന്യായീകരണം വേണമെങ്കിൽ പറയാം, വെറും 85 ലക്ഷം രൂപയാണോ ഞങ്ങൾ ഈ ഹവാല ചാനൽ വഴി അയക്കേണ്ടുന്നത് എന്നുള്ളതിൽ ഇത്രയും നാളായിരുന്നല്ലോ, വെറും 2 കോടിയുടെ കണക്കാണ് എന്നൊക്കെയാണല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്, സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പണ്ട് EMS നമ്പൂതിരിപ്പാട് ചാലയിലൊരു കടയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകളെ ഒരു സാരി വാങ്ങാൻ അയക്കുന്ന സമയത്ത് എൻ്റെ മകളാണ് വരുന്നത്, ഇപ്പോൾ കയ്യിൽ കാശില്ല, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കാം, ഒരു സാരി അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് സഞ്ചരിച്ച് ഇന്ന് 85 ലക്ഷം രൂപയുടെ ഹവാല പണം മകളുടെ ചാനൽ വഴി അയക്കുന്ന തലത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എവിടെ നിന്ന് തുടങ്ങിയതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് 20 കോടി രൂപയുടെ കണക്കിലേക്കാണ് വന്ന് നിന്നിരിക്കുന്നത്. ഈ CMRL കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല, അതിനും മുകളിലുള്ള എമൗണ്ട് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ ഇൻകം സോഴ്സിനേക്കാൾ വളരെ വ്യാപ്തിയുള്ള എമൗണ്ട് അവരുടെ ചാനലുകൾ വഴി കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ ഉത്തരം പറയാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടും ഔദ്യോഗിക ഭവനവും ഈ തരത്തിൽ ഹവാല ഇടപാടിനും ഈ തരത്തിലുള്ള മണി ലോണ്ടറിങ്ങിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും.